ഹലോ, ഞാൻ ബേബി നസ്രീൻ. ഉദരത്തിലെ കൺമണി എന്ന ഈ കഥയിലെ കുഞ്ഞു ഞാനാണ്. പക്ഷെ എൻ്റെ ജന്മം, എൻ്റെ അച്ഛൻ, ഇതെല്ലാം വലിയൊരു അത്ഭുതമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ കഥ കേട്ട് ഞാൻ തന്നെ ശരിക്കും ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും അറിയണ്ടേ എൻ്റെ അച്ഛൻ ആരാണെന്ന്, എൻ്റെ അമ്മയുടെ പഴയ പ്രണയകഥ എന്താണെന്ന്? എങ്കിൽ വേഗം വരൂ, നമുക്ക് ഒരുമിച്ച് കേൾക്കാം ഉദരത്തിലെ കൺമണി. അതെ, എനിക്ക് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലേ? എങ്കിൽ വേഗം വായോ, സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് തന്നെ ഈ കഥകൾ കേട്ടു തുടങ്ങാം. അവൾക്ക് മനസ്സിലായി, പക്ഷേ അവൾ അത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്ന് മഴ പെയ്യുന്ന ഈ രാത്രി നസ്രീൻ കിടക്കയിലിരിക്കുന്നു. അവളുടെ കൈ വയറിന് മുകളിൽ. വാതിൽ തുറക്കുന്ന ശബ്ദം. റാഷിദ്. നസ്രീൻ, നീ ഉറങ്ങാത്തതെന്താ? അവൻ അടുത്തു വന്നു. അവളുടെ കണ്ണുകൾ വേഗം തുടച്ചു. ഒന്നുമില്ല. റാഷിദ് അവളുടെ വയറിലേക്ക് നോക്കി ചിരിച്ചു. നമ്മുടെ കുഞ്ഞ്. അവളുടെ ഹൃദയം ഒരു നിമിഷം നിർത്തി. അവളുടെ മനസ്സിൽ ചോദ്യം മുഴങ്ങി. അവൾ തല കുനിച്ചു. പക്ഷേ അവളുടെ കണ്ണുകൾ അവനെ നോക്കാൻ പോലും ധൈര്യം കാണിച്ചില്ല. ആ നിമിഷം റാഷിദിന്റെ ഫോൺ ബെൽ മുഴങ്ങി. അവൻ ഫോൺ എടുത്തു. ഹലോ. അവന്റെ മുഖം മാറി. എന്ത്? നസ്രീൻ ഭയന്നു. എന്താ? റാഷിദ് അവളെ നോക്കി. അവന്റെ കണ്ണുകളിൽ ഒരു ഷോക്ക്, ഒരു സംശയം. നസ്രീൻ. അവന്റെ ശബ്ദം പതഞ്ഞു. ആദിൽ തിരിച്ചു വന്നിട്ടുണ്ട്. നസ്രീന്റെ ഹൃദയം നിലച്ചു. അവൾ ഒരു വാക്കും പറയാൻ കഴിഞ്ഞില്ല. റാഷിദ് ഫോൺ മേശയിൽ വെച്ചു. അവൻ പതുക്കെ ചോദിച്ചു, നിനക്ക് അവനെ അറിയാമോ? മുറിയിൽ നിശബ്ദം. മഴയുടെ ശബ്ദം മാത്രം. നസ്രീൻ ശ്വാസം പിടിച്ചു. അവളുടെ കണ്ണുകൾ റാഷിദിനു നേരെ നോക്കി. അവൾ എന്തു പറയും? സത്യം അല്ലെങ്കിൽ ഒരു കള്ളം? അവൾ വായ തുറന്നു. ഞാൻ നസ്രീന്റെ ശബ്ദം തടഞ്ഞു. വാക്കുകൾ അവളുടെ അധരങ്ങളിൽ കുടുങ്ങി. റാഷിദിന്റെ കണ്ണുകൾ അവളിൽ നിന്ന് മറിയില്ല. അവൻ കാത്തിരുന്നു, ഒരു ഉദരത്തിനായി. മഴ ഇപ്പോഴും പെയ്യുന്നു. ആ ശബ്ദം അവളുടെ ഹൃദയമിടിപ്പിനൊപ്പം ഒരേ താളത്തിൽ. നിനക്ക് അവനെ അറിയാമോ? റാഷിദ് വീണ്ടും ചോദിച്ചു. ഇത്തവണ അവന്റെ ശബ്ദം കുറച്ചുകൂടി കഠിനം. നസ്രീൻ കണ്ണുകൾ അടിച്ചു. ആദിൽ. അവന്റെ ചിരി, അവന്റെ വാക്കുകൾ. നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഒരു നിമിഷം അവൾക്ക് തോന്നി എല്ലാം പറഞ്ഞു തീർക്കണം, എല്ലാം. പക്ഷേ അവൾ പതുക്കെ തല കുലുക്കി. ഇല്ല. ആ വാക്ക് മുറിയിലെ വായുവിനെ പോലും ഭാരമാക്കി. റാഷിദ് അവളെ നോക്കി നിന്നു. അവൻ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവന്റെ കണ്ണുകളിൽ ഒരു ചെറു സംശയം തെളിഞ്ഞു. ശരി, അവൻ പതുക്കെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ പ്രശ്നമില്ല. അവൻ തിരിഞ്ഞു നടന്നു. പക്ഷേ അവൻ പോകുമ്പോൾ അവൻ്റെ മുഖം നസ്രീൻ കണ്ടു. അത് ശാന്തമായിരുന്നില്ല. അവൾക്കറിയാം, അവൻ വിശ്വസിച്ചില്ല. രാത്രി കടന്നു. നസ്രീൻ ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ ഓരോ തവണയും കണ്ണടച്ചാൽ ആദിൽ അവളുടെ മുന്നിൽ. ഞാൻ തിരിച്ചു വരും. അവൻ്റെ ശബ്ദം ഓർമ്മയിൽ വീണ്ടും വീണ്ടും. പക്ഷേ നീ വന്നില്ല. അവൾ മൃദുവായി പറഞ്ഞു. കണ്ണുനീർ വീണ്ടും ഒഴുകി. അടുത്ത ദിവസം രാവിലെ വീട് ശാന്തമായിരുന്നു. റാഷിദ് ജോലിക്ക് പോകാൻ തയ്യാറായി. ഡോക്ടറുടെ അടുത്തേക്ക് പോകണം ഇന്ന്. അവൻ പറഞ്ഞു, ഞാൻ വൈകിട്ട് വരാം, നമ്മൾ കൂടെ പോകാം. ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും എനിക്ക് കമന്റ് ആയി ചെയ്യണേ. അപ്പോൾ അടുത്ത സീനിൽ കാണാം. ഓക്കെ, ബൈ.